അസ്സലാമു അലൈക്കും. നീല നെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വൈകിയാണ് പോയിക്കൊണ്ടിരിക്കണം. നമ്മളവിടെ റോഡ് പണിയായതുകൊണ്ട് വണ്ടികളെ താഴത്തെത്തിയപ്പോൾ നടന്നെത്തിയപ്പോൾ നേരം കൂടെ ആയി. അതിൽ എല്ലാ ദിവസവും കാര്യങ്ങളുണ്ടാവും. നേരം വൈകി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇറച്ചിന്നൊക്കെ വാങ്ങുന്നുണ്ട്. ഞാൻ അവിടെ രണ്ടിട്ട് അവിടെ നിൽക്കാം. പറഞ്ഞ എത്തുമ്പോൾ 9 ആവും. ഞങ്ങൾ എണ്ണ നിറച്ചിട്ടേക്കാം. ഞാൻ ഇറച്ചി വാങ്ങിയിട്ട് വരട്ടോ. നേരത്തെ വിളിച്ച് പറഞ്ഞാൽ അവള് വെട്ടി വെച്ചിരിക്കുന്ന ഇരിക്കാം. ഇറച്ചി പോട്ടി വാങ്ങാം. ഇറച്ചി വാങ്ങിട്ടോ ആഴ്ച. അങ്ങനെ ഇവിടെ എത്തി. നമ്മൾ പഴംപൊരിമ്പോൾ തുടങ്ങി പക്കോട അല്ല മറ്റേ മസാല കൊണ്ടിട്ട് ഇപ്പോൾ പഴംപൊരിയാണ്. ഇന്നൊരു ഐറ്റംസ് ഇടാനുണ്ട്. കുറച്ച് നേരം വൈകിട്ട് എന്നാലും ഇട്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ ഉള്ളിൽ കയറി രാവിലത്തെ കുറച്ച് കച്ചവടം കിട്ടണേ ഇല്ലാതായിട്ട് കുറച്ച് നേരം വൈകും. രാവിലത്തെ കച്ചവടം കഴിഞ്ഞാലേ ഇനിയിപ്പോൾ 10 മണിക്ക് പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ ഒരുക്കുക. പഴംപൊരി ഇട്ടില്ലാണ് ഇപ്പോൾ. അപ്പോൾ ഉള്ളിവട ഇടുന്ന തിരക്കിലാണ്. ഉള്ളിവട പിന്നെ പരിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ന് വണ്ടികളെ പോകാൻ പറ്റുകൊണ്ട് പിന്നെ നമ്മളവിടെ പരിപ്പൊന്നൊക്കെ വണ്ടിയിൽ വെച്ച് പോയി. വണ്ടിയാണ് പേരിൻ്റെ അവിടെ അടുക്കൂല. അവിടെ റോഡ് പണിയാണ്. അപ്പോൾ കുറച്ച് നടന്നു പോകാൻ പെട്ടെന്ന് മറന്നുപോയി. രാത്രി വെള്ളത്തിലധികം പരിപ്പൊക്കെ വന്നു. ഇത് പരിപ്പ് ഉണ്ടാക്കിയില്ല. ഉള്ളിയുടെ വെച്ച് അധികം ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെ പരിപാടിയില്ല കേട്ടോ. അങ്ങനെ ഉള്ളിയോടെ റെഡി കേട്ടോ. ഉള്ളിയോടെ കൊണ്ടേ കേട്ടോ. ഈ ബോട്ടിൽ നല്ലോണം കഴുകിയിട്ട് നമുക്ക് എളുപ്പത്തിട്ടാണ്ട് കുറച്ച് പിന്നെ പെട്ടെന്ന് വേകാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യും. ഒരുപാട് സുർക്കം പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടി നമ്മൾ പിന്നെ ചില സുർക്കം ചില ഇത് വെക്കും. അത് അവനാലും ഇഷ്ടം പോലെ വെക്കാം. പക്ഷെ നമുക്ക് ബോട്ടി ആകുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ അതിലൊരു 4 വിസിലേലും കമ്മിയായി കിട്ടുന്ന സുർക്കം കുറച്ച് വെച്ചാൽ മതി. അതുകൊണ്ട് ഇതിന് കേടും വരില്ല. ബോട്ടിക്ക് കേടും. ബോട്ടിൻ്റെ അടുപ്പത്തൊക്കെ കേട്ടോ. കണ്ടില്ലേ പൊട്ടി കിടക്കണേ. ഇത് പെരിച്ചായ അടിയിൽ മാന്തിയാണ്ട് തറ താന്നു പോയതാട്ടോ സംഭവം. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ പൊട്ടിക്കണത്. ഇവിടെ ഒന്നും പൊട്ടില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ നേരത്തേക്ക് കീപ്പട്ടിക്ക് ഇറങ്ങിക്കണം. അപ്പോൾ ഈ ഭാഗം ഫൗണ്ടേഷൻ്റെ അടിയിൽ പെരിച്ചായ മാന്തിയാണ് മണ്ണ് കൂട്ടി വെച്ച് കണ്ടുവിടെ. അപ്പോൾ ഈ ഭാഗം മൊത്തമാണ് ഇങ്ങനെ പൊട്ടിയാണ് താണുക. ബാക്കിയുള്ളൊക്കെ അവിടെ നിൽക്കേണ്ട ഇരുമ്പിൻ്റെ തമ്മിൽ നിൽക്കുകയാണ്. ഇത് പൊളിഞ്ഞാടൊന്നുമില്ല. പക്ഷേ ഈ ഇരുമ്പുമ്പോൾ നിൽക്കും. പക്ഷെ ഇവിടെ നമുക്ക് മൊത്തം പൊളിഞ്ഞാടാൻ ചാൻസ് ഉണ്ട്. എപ്പോഴാണ് പൊളിഞ്ഞാടല്ല. ഇവിടെ ഇങ്ങനെ പൊട്ടുണ്ട്. ഇങ്ങനെ വേണ്ട ഈ പൊട്ടിങ്ങനെ ഉണ്ട്. അതിൽ പൊട്ടുമ്പോൾ നോക്കാൻ ഇതിലാണ് നിൽക്കുന്നത്. പൊട്ടി മറിഞ്ഞിട്ട് നോക്കാം. അതിന് മുമ്പ് പണിയെടുക്കാൻ നടക്കില്ല. കാരണം പൊളിഞ്ഞാടിൻ്റെ ശേഷം നമുക്ക് പണിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം അടിയിൽ നിന്ന് ഫൗണ്ടേഷൻ ക്ലിയർ ആയി പോകാൻ. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അതിപ്പോൾ ഇതിനാണ് നിൽക്കണം. എപ്പോഴും പൊളിഞ്ഞാടറിയില്ല. വൃത്തിയില്ലാതെ നമ്മൾ കാണുന്നത് വീഡിയോയിലൊക്കെ. ഒരു വൃത്തിയില്ലാത്ത മാതിരി കാണുന്നത്. ഇവിടെ വൃത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ ടൈൽസ് ഒട്ടിക്കണമെന്ന് എഴുതിയതാണ്. പക്ഷേ ടൈൽസ് ഒട്ടിക്കാൻ ആദ്യം പൊട്ട് ക്ലിയർ ആക്കണം. എന്നാലേ കഴിയുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് ഒട്ടിക്കാതെ ഇനി ഓരോ ഒഴിവാല് ഏതൊരു സ്കൂൾ കൂട്ടാൻ 2 മാസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടൈം ശരിയാക്കാതെ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ കടികളൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ മക്രോണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്രോണി അടുപ്പത്ത് വെച്ചു. ഇതിൽ ബോട്ടി കേട്ടോ. ബോട്ടി ആയിക്കോളം നോക്കണേ. ഗ്യാസ് ഒഴിവാക്കിയില്ല. അത് അങ്ങനെ പോയിട്ട് ഒഴിവാക്കാൻ എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയിട്ട് പിന്നെ ഉണ്ടാവും വെക്കണമെങ്കിൽ അങ്ങനത്തെ ഗ്യാസ് പോയിട്ട് വേണം നോക്കാൻ. അപ്പോൾ അത് വേവുണ്ടോയെന്ന് അറിയണമെങ്കിൽ അപ്പോൾ അറിയുള്ളൂ. അപ്പോൾ അതിനൊരു കുക്കർ ഒഴിവാക്കിയില്ല. വേറെ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മളെ മക്രോണി. വണ്ടിൻ്റെ ഒച്ച ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒച്ചാണ് കേൾക്കണമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ വോയിസ് കേൾക്കണമെന്ന് അറിയില്ല. ഏതായാലും ഇതിലൂടെ ഒച്ചയും പറയാൻ കഴിയില്ല. ഈ വണ്ടിൻ്റെ ഒച്ചയും ഔട്ട് ഫാൻ്റെ ഒച്ചയൊക്കെ ഉണ്ടാകുമ്പോഴേ
ഇനി ഒരു ചായ അടിച്ചോട്ടെ കേട്ടോ, ഒരു ചായ അടിച്ചോട്ടെ. ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഇപ്പോൾ. വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ വൈൻഡപ്പ് ആക്കാം കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.